പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലെ പ്രശ്നങ്ങൾ ഒന്ന് ഒതുങ്ങുന്നതുവരെ വിക്രമിനെയും വേദയും ശ്രീനിവാസൻ സാറ് ഇവിടെ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. കുറച്ച് ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ തൻ്റെ ഗുരുനാഥൻ്റെ വീട്ടിലേക്കാണ് അവരെ പറഞ്ഞയക്കുന്നത്. വിക്രമും വേദയും അവിടെ വെച്ചാണ് അവരുടെ ജീവിതം തുടങ്ങുന്നത്. അവർ ഒരു ബൈക്കിലാണ് അവിടെ എത്തുന്നത്. അവിടെ അവർക്ക് ഒരു സ്നേഹസമ്പന്നമായ ഒരു അമ്മയും അച്ഛയും കിട്ടുന്നുണ്ട്. ശ്രീനിവാസൻ സാറിൻ്റെ ഗുരുനാഥനും ഭാര്യയും. ഇവരെ കണ്ടതും അദ്ദേഹം വളരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. വിക്രം, കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇതിനു മുന്നേ നീ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഞങ്ങളെ നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് കണ്ടാൽ മതി. അവർ ചെയ്യേണ്ട എല്ലാ കടമകളും ഞങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരൂ. വേദ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വരുന്ന സമയത്ത് വിക്രം ടെറസിൽ നിൽക്കുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വിക്രം, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? വിക്രം പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വേദ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. എടി, നിനക്ക് ഒടുക്കത്തെ സൗന്ദര്യമാണല്ലോ. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ആദ്യമായിട്ട് കാണുവാണോ വിക്രം? അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. മുൻപൊക്കെ വളരെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ണുകൊണ്ടല്ലേ ഞാൻ നിന്നെ നോക്കിയിരുന്നത്. അപ്പോൾ നിനക്ക് ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞാൽ വേദയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ദുർഗാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ മക്കളെ, എന്താ ഇവിടെ ഒരു സംസാരം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. ഒന്നുമില്ലമ്മേ, നിങ്ങൾ രണ്ടുപേരും ഫ്രഷ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആയി. എങ്കിൽ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. വളരെ വിശേഷപ്പെട്ട അമ്പലമാണ്. രണ്ടുപേരും ചെന്ന് അവിടെ പോയി തൊഴുതിട്ട് വാ. പിന്നെ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കി വയ്ക്കും. മട്ടൺ, ചിക്കൻ, ഫിഷ്, ഇങ്ങനെ എല്ലാം വെജിറ്റബിൾ എല്ലാം അടങ്ങുന്ന ഒരു ആഹാരം തന്നെയായിരിക്കും ഉണ്ടാക്കി വെക്കുന്നത്. ഇത് കേട്ട് വിക്രമും വേദയും പരസ്പരം നോക്കുന്നുണ്ട്. വേദയുടെ മുഖത്താണെങ്കിൽ ഒരു പുഞ്ചിരിയുണ്ട്. അങ്ങനെ ദുർഗാമ്മ പറയുന്നുണ്ട്, ചെല്ല്, വേഗമാവട്ടെ, വേഗം ചെന്ന് രണ്ടുപേരും തൊഴുതിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ദുർഗാമ്മ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അമ്പലത്തിലെത്തുന്നുണ്ട്. അവിടെ എത്തിയതും വേദ പറയുന്നുണ്ട്, വിക്രം, എത്ര മനോഹരമായ ഗ്രാമമല്ലേ. നീ ഇതിനു മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ വിക്രം? വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഒപ്പം 2-3 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. വാ, നമുക്ക് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ എത്തിയതും തൊഴുത് കഴിഞ്ഞപ്പോൾ പൂജാരി രണ്ടുപേർക്കുമായി മാല കൊടുക്കുന്നുണ്ട്, പൂമാല. അങ്ങനെ വിക്രം വേദയ്ക്കും വേദ വിക്രമിനും പരസ്പരം പൂമാല അണിയുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, വേദേ, ഞാൻ മുൻപ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഒരു ഈശ്വരവിശ്വാസിയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിന്നോടൊപ്പം കൂടിയതിന് ശേഷം എന്നിങ്ങനെ പറയുന്നുണ്ട്. വേദയാണെങ്കിൽ ഇത് കേട്ട് ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പൂജാരി ഒരു തൊട്ടിൽ കൊണ്ടുവന്ന് വേദയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ, ഇത് അവിടെ കാണുന്ന ആ മരത്തിൽ കെട്ടിക്കോളൂ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവട്ടെ, കുഞ്ഞ് ജനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വേണം നീ ഇത് കെട്ടാൻ എന്നും പറയുന്നുണ്ട്. വിക്രമും വേദയും പരസ്പരം നോക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്നു. വിക്രം കുറച്ചങ്ങ് എത്തിയിട്ടും വേദയെ കാണാത്തതുകൊണ്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. വേദ തൊട്ടിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. വിക്രം കയറി ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ? അല്ല വിക്രം, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ അത് ഇത്ര പെട്ടെന്ന് വേണോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്താ നിനക്കിപ്പോൾ അങ്ങനെയൊരു ചിന്ത? കുഞ്ഞൊക്കെ എത്രയും പെട്ടെന്നാവുന്നതല്ലേ വേദ നല്ലത്. നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ നമുക്ക് ആരാ ഉള്ളത്? ആരുമില്ല. നിനക്ക് ഞാനും എനിക്ക് നീയും. നമ്മുടെ വീട്ടുകാരിൽ നമുക്ക് സപ്പോർട്ടല്ല. അവർ എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ്. കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവർ നമ്മളെ അംഗീകരിക്കും, അതെനിക്ക് ഉറപ്പാ. ഇത് കേട്ട് വേദം ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞതും ശരിയാ, ശരി, നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ മരത്തിൽ, ആ തൊട്ടിൽ ഒരുപാട് പ്രാർത്ഥനയോടെ കെട്ടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. അങ്ങനെ രാത്രിയായതും വിക്രമിനും വേദയ്ക്കും ഉറങ്ങാനുള്ള റൂമൊക്കെ അവർ നന്നായി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. വിക്രമും വേദയും ഗുരുനാഥൻ്റെയും ദുർഗാമ്മയുടെയും അനുഗ്രഹമെല്ലാം മേടിച്ച് വിക്രം റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ദുർഗാമ്മ വേദയോട് പറയുന്നുണ്ട്, നിൽക്കുമോളെ, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട്
ദുർഗാമ്മ വരുന്നുണ്ട്. എന്നിട്ട് വേദയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, ചെല്ലുമോളെ ഇനി പോക്കോ എന്ന് പറയാണ്. അങ്ങനെ വേദ ചെല്ലുന്ന സമയത്ത് നമ്മുടെ വിക്രം ഇങ്ങനെ റൂമിൽ പാട്ടൊക്കെ പാടിയിരിക്കുന്നുണ്ട്. റൂമിലേക്ക് കയറി വരുന്ന വേദയെ കണ്ടതും വിക്രം പാട്ടങ്ങ് നിർത്തുന്നുണ്ട്. ഒരുപാട് പ്രണയത്തോടെ വേദയെ നോക്കുന്നുണ്ട്. വേദ തിരിച്ചും വേദ പതുക്കെ വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വിക്രം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വേദയുടെ കൈ പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കുന്നു. പെട്ടെന്ന് വേദ കുതറി മാറിക്കൊണ്ട് പറയുന്നുണ്ട്, ഏയ് എന്താ വിക്രം ഇത്? എന്താ എന്താ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ വേദേ? ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആണെന്ന്? ഇത് അച്ഛനും അമ്മയും പുറത്തു നിന്ന് നമ്മളോട് അത് പറഞ്ഞിട്ടല്ലേ അകത്തേക്ക് വിട്ടത്? നീ എന്താ വേദേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അതെ ഞാനാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എന്ത് നീയാ തീരുമാനിക്കുന്നതോ? ഞാൻ നിന്റെ ഭർത്താവാ. നിന്റെ കഴുത്തിൽ കിടക്കുന്ന ആ താലി കെട്ടിയത് ഞാനല്ലേ? എന്താ നിനക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ലേ വേദേ? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അന്ന് എന്തുദ്ദേശത്തിലാണ് നീ എൻ്റെ കഴുത്തിൽ എന്നോട് അനുവാദം ചോദിക്കാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? അതിനുള്ള മറുപടി പറ. കുറേ കാലമായില്ലേ ഞാനിതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എനിക്കതിന് ശരിയായ മറുപടി കിട്ടിയിട്ടില്ല. പറ വിക്രം എന്നും പറഞ്ഞ് കൂസലില്ലാണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ വിക്രമിനെ ദേഷ്യം വരുന്നുണ്ട്. വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അതെ നീ എന്താ എന്നെ കോമാളിയാക്കുവാണോ? ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോവും എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുവാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ആണോ എങ്കിൽ നീ പോടാ പോ എന്ന് പറഞ്ഞ് കൂസലില്ലാടെ ശരി ഞാൻ കിടന്നുറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് കട്ടിൽ കയറിയിരിക്കുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഒരുപാട് വിഷമത്തോടെയും സങ്കടത്തോടെയും ഇങ്ങനെ ഒരു ദേഷ്യമുള്ളൊക്കെ ഒരു ഭാവം പോലെ ഇങ്ങനെ കട്ടിൽ വന്ന് നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കണ്ട് വേദ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വിക്രമിൻ്റെ മുഖഭാവം കണ്ട്. പെട്ടെന്ന് വിക്രം ഇങ്ങനെ ഇടം കണ്ടിട്ട് വേദയെ നോക്കുന്നുണ്ട്. എന്നെ നോക്കിയാലുണ്ടല്ലോ ഞാൻ ആ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന് വേദ പറയുന്നുണ്ട്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, എടി വേദേ നമുക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാം സോൾവായി ഇപ്പോൾ ഒരു സമാധാനമായതാ. എന്നിട്ടും നീ എന്താ ഇനിങ്ങനെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്? കേട്ട് വേദ പറയുന്നുണ്ട്, ഇതല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. പറ, എന്തിനാ നീ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയേ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നീ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ വേദേ. നോക്കൂ വേദേ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? എനിക്കതിനെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നീ അതെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കാതെടി. എനിക്ക് കടിച്ചു കയറാൻ തോന്നുന്നുണ്ടെന്ന് ഇങ്ങനെ പതുക്കെ പറയാണ് വിക്രം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്ത് കടിച്ച്? എന്താ നീ പറഞ്ഞത്? അല്ല ഞാനിങ്ങനെ പറയുമായിരുന്നു, നിന്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് നിന്നെ കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ടെന്ന് പറയുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹത്തോടെ വിക്രം ഇങ്ങനെ വേദയുടെ കവളിൽ ഇങ്ങനെ തലോടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വേദ അങ്ങ് കൈ തട്ടി മാറ്റുന്നുണ്ട്. എന്തൊരു ഭംഗിയാ വേദ നിന്നെ കാണാൻ. അതൊക്കെ എനിക്കറിയാം, നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വേദേ, ഞാൻ അന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് തെറ്റാ, ശരിയാ നീ പറഞ്ഞത്. പക്ഷേ ഞാൻ അന്നാ ചെയ്ത കാര്യമുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്തൊരു നല്ല കാര്യമാണ്. എനിക്ക് ഇപ്പോഴത് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതുകൊണ്ടല്ലേ വേദേ ഇന്ന് നിന്നെ എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയത്. നീ എൻ്റെ തങ്കക്കുടമല്ലേ? എന്നെ കണ്ടിട്ട് നിനക്ക് പാവമായിട്ട് തോന്നുന്നില്ലേ? വേദ ഇവിടെ ഇരിക്കുകയെന്നും പറഞ്ഞുകൊണ്ട് വേദയെ പിടിച്ച് അവിടെ ഇരുത്താനായി നോക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ അങ്ങ് അഭിനയിക്കുകയാണ്, അയ്യോ എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യായേ, എൻ്റെ കാല് ഭയങ്കര വേദന എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാലങ്ങ് പൊക്കി പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നിന് എന്ത് പറ്റി? വേദനയുണ്ടെങ്കിൽ എന്നോട് പറയണ്ടേ? ഏത് കാല വേദനിക്കുന്നത്? റൈറ്റ് കാലാണോ ലെഫ്റ്റ് കാലാണോ വലത് കാലാണോ ഇടത് കാലാണോ? തായോ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം താഴെ ഇരിക്കുന്നുണ്ട്. വേദയുടെ കാലെടുത്ത് തൻ്റെ മടിയിലോട്ട് വെക്കുന്നുണ്ട്. ഏത് കാല വേദേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. കാലുവേദനയുണ്ടെങ്കിൽ നീ എന്നോട് പറയണ്ടേ? നിനക്ക് ഞാനില്ലേ? 5 മിനിറ്റ് മതി, നിൻ്റെ കാലുവേദനയൊക്കെ പമ്പ കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് കാലിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. വേദയുടെ കാലിങ്ങനെ അമർത്തി കൊടുക്കുകയാണ് വിക്രം. ഇപ്പോൾ എങ്ങനെയുണ്ട് വേദേ? ആ കാലും ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് മറ്റേ കാലും പിടിച്ച് ഇങ്ങനെ തടവിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് വീണ്ടും ചോദിക്കുകയാണ് വിക്രം. വേദയാണെങ്കിൽ ഈ സമയത്ത് വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നുമില്ല. വേദയാണെങ്കിൽ അടുത്തതായി ഇനി വിക്രമിന് എന്ത് പണി കൊടുക്കുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വേദ തൻ്റെ ഫോൺ എടുത്ത് ഒരു സെൽഫി എടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ചെയ്യുന്നത്? വിക്രം ഒന്ന് ചിരിക്ക് വിക്രം, ഞാനൊരു സെൽഫി എടുക്കട്ടെ.
എന്തിനാടി ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കുന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാ. ദേ ഇത്രയും വലിയ നാടിനെ വിറപ്പിക്കുന്ന ഒരു റൗഡി തൻ്റെ ഭാര്യയുടെ കാല് തിരുമ്മിക്കൊടുക്കുന്നത് വിഷയം എല്ലാവരും അറിയട്ടെ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, എടി പിശാചേ, എൻ്റെ ഭാര്യയുടെ കാല് ഞാൻ അമർത്തി കൊടുക്കുന്നതിന് നീ അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നോ? എന്തൊക്കെയാണ് നീ പറയുന്നത്? നീ അത് ഓഫാക്കി വെക്കേ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഇല്ല വിക്രം, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത്. ഇപ്പോൾ നീ എൻ്റെ കാലമർത്തി തരുന്നു, പക്ഷേ നീ നിൻ്റെ അമ്മയുടെ കാല് ഇന്നേ വരെ അമർത്തി കൊടുത്തിട്ടുണ്ടോ? ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതെ, നീ എന്താ വിചാരിച്ചത്? എൻ്റെ അമ്മയ്ക്ക് കാല് വേദന വരുന്നു എന്ന് പറയുമ്പോഴേ ആദ്യം എത്തി തടവി കൊടുക്കുന്നത് ഞാനാ. ഇപ്പം നോക്ക്, നിൻ്റെ കാലമർത്തി തന്നപ്പോൾ നിനക്ക് കുറച്ച് സുഖമൊക്കെ തോന്നുന്നില്ലേ? അമ്മയ്ക്കും അങ്ങനെ തന്നെയാ. അമ്മയുടെ കാലമർത്തി കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസാണ് എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് പറയുമായിരുന്നു, ഈ ആൺപിള്ളേരുണ്ടല്ലോ തൻ്റെ കാര്യം നടത്താൻ വേണ്ടി പെൺപിള്ളേരുടെ കാല് വരെ പിടിക്കുമെന്ന്. എന്തായാലും എൻ്റെ അനുഭവത്തിൽ ഞാനത് അറിയുന്നുണ്ട്. ഇതല്ലേ ആൺകുട്ടികളുടെ സ്വഭാവം എന്ന് പറയാണ്. ഇത് കേട്ട് വിക്രമിന് അങ്ങ് ദേഷ്യം വന്ന് അങ്ങ് എഴുന്നേറ്റ് നിന്ന് മുണ്ടയ്ക്ക് മടക്കി കുത്തിയിട്ട് വേദയോട് പറയുന്നുണ്ട്, ആഹാ അങ്ങനെയാണോ?